നമ്മൾ MCO23 12ാമത്തെ യൂണിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ്സ്. അതായത് ഒരിക്കൽ നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ തീർന്നില്ല നമ്മളെ ഡ്യൂട്ടി. അത് റെഗുലേറ്റ് ചെയ്യണം, അത് കൃത്യമായി ചെക്ക് ചെയ്യണം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ടോ ഇല്ല. കാരണം നമ്മൾ പല അസംഷൻ വെച്ചിട്ടായിരിക്കും ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയത്. ആ അസംഷനൊക്കെ മാറിയിട്ടുണ്ടാകും, നമ്മുടെ എൻവയോൺമെൻ്റ് ഒരു പക്ഷേ മാറിയിട്ടുണ്ടാകും, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അവരുടെ സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ടാകും. അങ്ങനെ പല പല മാറ്റങ്ങൾ വരാം. അപ്പോൾ നമ്മളെ സ്ട്രാറ്റജി ചിലപ്പോൾ ഔട്ടായിട്ട് പോകും. അതുകൊണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നടക്കണം. മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം. അതിനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് കൺട്രോള് രണ്ട് തരത്തിലുള്ള കൺട്രോൾ പറയുന്നുണ്ട്. ഒന്ന് ഓപ്പറേഷണൽ കൺട്രോളും മറ്റൊന്ന് സ്ട്രാറ്റജിക് കൺട്രോളും. ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിചാരിച്ചേരി നടക്കുന്നുണ്ടോ നോക്കുക. അതിൽ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ കൺട്രോളുണ്ട്. അതിന് നമ്മൾ ഫിനാൻഷ്യൽ കൺട്രോളിന് നമ്മൾ ബജറ്റ് ഉണ്ടാക്കിയിട്ടും അതേപോലെ തന്നെ ഓഡിറ്റിംഗ് നടത്തിയിട്ടൊക്കെ ഫിനാൻസ് നമ്മൾ വിചാരിച്ചു തന്നെയാണ് പോകുന്നത് നോക്കും. ടൈം കൺട്രോൾ ഉണ്ട്. വ്യത്യസ്തമായ പ്രോസസ്സുകൾ നമ്മൾ വിചാരിച്ച ടൈമിന് തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, നമ്മൾ ഓരോന്നിനും ഓരോ ടൈം പീരീഡ് വെച്ചിട്ടുണ്ട് ഓരോ ടാസ്ക് തീർക്കാൻ, അത് ആ ടൈം അനുസരിച്ച് നടക്കുന്നുണ്ടോ എന്നുള്ള നമ്മളെ ടൈമിൻ്റെ കൺട്രോളിങ് ഉണ്ടാവും. കാര്യങ്ങൾ ടൈമിന് നടക്കുന്നുണ്ടോ ഇല്ല. മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്, സ്ഥാപനം ഓരോ വ്യക്തികൾക്കും ഓരോ ബ്ലോക്കിനും മൊത്തത്തിൽ നമ്മുടെ സ്ഥാപനത്തിന് ഒന്നായിട്ടും ഒക്കെ വ്യത്യസ്തമായ ഒബ്ജക്റ്റീവ്സ് ഇത്ര ദിവസം കൊണ്ട് ഇന്നത് അച്ചീവ് ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ മൊത്തം സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിന് ഗോളിനെ അതിന് വ്യത്യസ്ത ഒബ്ജക്റ്റീവാക്കി തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വ്യക്തികൾക്കും ഒരു യൂണിറ്റിനും ഒരു ബ്ലോക്കിനൊക്കെ നമ്മൾ വ്യത്യസ്തമായ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റീവൊക്കെ അവർ അച്ചീവ് ചെയ്യുന്നുണ്ടോ ഈ രൂപത്തിലൊക്കെ ചെക്ക് ചെയ്യുന്നതിനാണ് ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞത്. സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ വിഷയങ്ങളുടെ കൺട്രോളാണ് ഓപ്പറേഷണൽ കൺട്രോൾ. അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ കൺട്രോളാണ് ശരിക്കും. അപ്പോൾ സാധാരണ ഷോർട്ട് ടൈം പീരീഡിന് ഒരു 1 ഇയറിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു ചെക്കിംഗ് ആണ് ഈ ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ നെക്സ്റ്റ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലുള്ള ഒരു കൺട്രോളാണ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് സ്ഥാപനത്തിൻ്റെ ഔട്ട്സൈഡ്, സ്ഥാപനത്തിൻ്റെ ഇൻ്റേണൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കൺട്രോളാണ്. ഒന്ന് പ്രൈമിസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അസംഷൻ വെച്ചിട്ട് നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ഈ രൂപത്തിലാണ് പെരുമാറുക, പ്രൈസിൻ്റെ ലെവൽ ഇങ്ങനെ ആയിരിക്കും, നാട്ടിലെ ഇൻഫ്ലേഷൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരുപാട് അസംഷൻ വെച്ചിട്ടായിരിക്കും. ആ അസംഷനൊക്കെ ഒരു പക്ഷേ മാറിയിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ചുറ്റുപാടിനെ കൺട്രോൾ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ വിചാരിച്ചു തന്നെയാണ് ഉള്ളത്. അതോടെ സ്പെസിഫിക് അലേർട്ട് കൺട്രോൾ, ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല ഇൻസിഡൻറ്റുകളും സംഭവിച്ചിട്ടുണ്ടോ പുറത്ത്. അതിൽ തന്നെ നമ്മളെ ഇംപ്ലിമെൻറ്റേഷൻ, നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് നടത്തുന്നതിൽ അത് ഘട്ടം ഘട്ടമായിട്ടാണല്ലോ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് നടത്തുക. ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തനങ്ങളും പുതിയ ക്യാഷ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും പല ഓരോ ഘട്ടം ഘട്ടമായിട്ട് പലതും ചെയ്യേണ്ടി വരും. അതൊക്കെ